ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തനം. ഭാഗം 1631. ഇന്ന് ജൂൺ മാസം 18-ാം തീയതി 170-ാമത്തെ ദിവസത്തിലെത്തി. 12 അപ്പോസ്തലന്മാരെ യേശു തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടി അവരെ അധികാരപ്പെടുത്തി അയക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരെന്ന് പറയുന്നത്. പുനരുദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് നൽകിയ അന്ത്യകൽപ്പനയിൽ ആ ഉദ്ദേശ്യം വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിലെങ്ങും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നും മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ലോകത്തിലേക്ക് വന്നതെന്നും ശിഷ്യന്മാർ പതിയെ ഉദ്ഘോഷിക്കുന്നുണ്ട്. ഇതിനൊക്കെയുള്ള ഏറ്റവും വലിയ തെളിവ് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനവുമാണ്. അതുകൊണ്ട് യേശുവിന്റെ പുനരുദ്ധാനത്തിനും ഈ ശിഷ്യ സമൂഹം സാക്ഷ്യം വഹിച്ചു. അവർ യേശുവിനോട് കൂടെ ജീവിച്ച കാലത്ത് ദൈവരാജ്യത്തിന്റെ സുവിശേഷം യേശു എത്ര ഭംഗിയായി അവരെ പഠിപ്പിച്ചു. അവരുടെ ദൗത്യ നിർവഹണത്തിനായുള്ള പരിശീലനത്തിന്റെ പ്രക്രിയയിൽ ആദ്യവസാനം ശരിക്കും അവർ പുരുഷാരത്തിന്റെ ആരവങ്ങൾ കേട്ടുകൊണ്ടിരുന്നവരാണ്. അതും അത്യാവശ്യക്കാരുടെ നിലവിളി. ആവശ്യത്തിലിരിക്കുന്നവരുടെ ലോകമായിരുന്നു അവരുടെ പരിശീലനത്തിന്റെ പശ്ചാത്തലം. പുരുഷാരത്തിനിടയിൽ നിന്നാണ് അവരെ തെരഞ്ഞെടുത്ത് വേർതിരിച്ചത്. അവർ പഠിച്ച ഉപദേശങ്ങൾ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളായിരുന്നെങ്കിലും പിന്നീട് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടേണ്ടവയായിരുന്നു. ഞാനും നിങ്ങളുമൊക്കെ ഇതിന്റെ ഒരു തുടർച്ചയല്ലേ? അതെ, ഈ അപ്പോസ്തോലിക പാരമ്പര്യത്തിന്റെ തുടർച്ചയാവുമ്പോൾ എന്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ യേശുവിനൊരു പ്രാധാന്യം ഉണ്ടാവണ്ടേ? യേശു ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും നിർബന്ധിച്ചതുമായ ചില കാര്യങ്ങളില്ലേ? എന്തുകൊണ്ടാണ് അത്തരമൊരു ശിഷ്യ ജീവിതം എന്റെ ജീവിതത്തിൽ ഇതുവരെയും തുടങ്ങാഞ്ഞത്? എന്തൊക്കെയോ കാരണങ്ങളാല് ഞാനിങ്ങനെ അകന്നു പോവുകയാണ്. ആരെ വേണോ, ജീവൻ വേണോ മരണം വേണോ എന്ന് ചോദിച്ചാല് ജീവൻ അത്രത്തോളം ആപത്തായത് കൊണ്ടാണല്ലോ ജീവൻ വേണ്ടെന്ന് വെക്കുന്നത്, മരണം മതിയെന്നും പറയുന്നത്. നന്മയും തിന്മയും മുമ്പിൽ വെച്ചാലും നന്മ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കേടുപാടുകളും ആപത്തുകളും ഓർത്തിട്ടാവും തിന്മ തന്നെ നല്ലതെന്നും ഒരു ക്ഷണ സുഖമുണ്ടെന്നും ഓരോരുത്തരും തിരിച്ചറിയുന്നത്. ശിഷ്യന്മാരോടൊക്കെ ഉള്ള ഒരു മധ്യസ്ഥതയുടെയും അനുസ്മരണത്തിന്റെ നാളുകളില് തീർച്ചയായിട്ടും വിളിക്കപ്പെട്ട ഒരാളാണ് ഞാനെന്ന് ഓരോരുത്തരും ഒന്ന് തിരിച്ചറിയേണ്ടതാണ്. വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമായ വിധത്തില് ഓരോരുത്തരും അവരവരുടെ പരിമിതികൾക്കകത്തും പരിസരത്തിനകത്തും ജീവിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും നിർണായകമായൊരു ചോദ്യം. അതെ, നിറയെ പരിമിതികളുണ്ട്, പോരായ്മകളും ആവലാതികളും ആവശ്യങ്ങളുമുണ്ട്. എന്നാലും അതിനകത്ത് മനോഹരമായ സംതൃപ്തിയുള്ളൊരു ശിഷ്യജീവിതത്തിന് ഇനിയും സാധ്യതയുണ്ട്. കണ്ടെത്തണം, ആരംഭിക്കണം. ആമേൻ.